നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകൾ ഏതാനും ദിവസങ്ങളായി കൊടും തണുപ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. പലയിടങ്ങളിലും അന്തരീക്ഷ താപനില 0-നും താഴേക്ക് പോയതും ഏറെ ഞെട്ടലോടെയാണ് ഏവരും കേട്ടത്. ശക്തമായ ശീതക്കാറ്റും മഞ്ഞുവീഴ്ചയും മഴയും കൂടിയായതോടെ ജനങ്ങൾക്ക് പലയിടങ്ങളിലും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയാണുള്ളത്. അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ജനങ്ങൾ പുറത്തിറങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ. വരും ദിനങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലെ താപനില ഇനിയും താഴോട്ട് പോകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സൈബീരിയയിൽ നിന്നുള്ള ശീതക്കാറ്റ് ശക്തി പ്രാപിച്ചതാണ് അറബ് മേഖലയിൽ തണുപ്പ് ശക്തമാകാൻ കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത കാലത്തൊന്നും അനുഭവപ്പെട്ടിട്ടില്ലാത്ത വിധമുള്ള ശക്തമായ ശീതക്കാറ്റാണ് ഇപ്പോൾ വീശുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഏതാനും ദിവസങ്ങളിലായി ദുബായിലും അബുദാബിയിലും ഉൾപ്പെടെ ശക്തമായ കാറ്റും ഇതേ തുടർന്നുള്ള കൊടും തണുപ്പും തുടരുകയാണ്. പലയിടങ്ങളിലും മഞ്ഞുവീഴ്ച കാരണം റോഡുകൾ അടച്ചു. തീരപ്രദേശങ്ങളിൽ ഞായറാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയുണ്ടായി. പർവ്വത പ്രദേശങ്ങളിലാണ് ഏറ്റവും ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്നത്. -2 ഡിഗ്രിയാണ് ഇവിടുത്തെ താപനില. വെള്ളിയാഴ്ച 65 കിലോമീറ്റർ വേഗതയിലാണ് തണുപ്പുകാറ്റ് വീശിയടിച്ചത്. ഇതേ തുടർന്ന് ഐൻ ദുബായ്, ഗ്ലോബൽ വില്ലേജ് തുടങ്ങിയ കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിരുന്നു. എന്നാൽ വരും ദിനങ്ങളിൽ കാലാവസ്ഥ മെച്ചപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റ് വീശുന്ന സാഹചര്യത്തിൽ മരങ്ങളുടെയും വലിയ ബോർഡുകളുടെയും ഹോർഡിങ്ങുകളുടെയും വശം ചേർന്ന് നടക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകി. ശക്തമായ കാറ്റിൽ പറന്ന് താഴെ വീഴാൻ സാധ്യതയുള്ള സാധനങ്ങൾ ബാൽക്കണിയിൽ വയ്ക്കരുത്. കാറ്റിൽ പൊടി അകത്ത് കടക്കാതിരിക്കാൻ വാതിലുകളും ജനലുകളും അടച്ചിടണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അതേസമയം സൗദി അറേബ്യയിൽ ഒരാഴ്ച മുമ്പ് ആരംഭിച്ച അതിശൈത്യം ഇപ്പോഴും തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ -3 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ശീതക്കാറ്റും മഞ്ഞുവീഴ്ചയും ശക്തമാണ്. തരീഫിലാണ് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്, -3 ഡിഗ്രി സെൽഷ്യസ്. ഖൊറയാത്ത്, റഫ ഭാഗങ്ങളിൽ -2 ഡിഗ്രിയും, അറാർ, തബൂക്ക്, ഹഫർബാത്തിൻ പ്രദേശങ്ങൾ -1 ഡിഗ്രിയും, സക്കാക്കയിൽ 0 ഡിഗ്രിയും താപനില രേഖപ്പെടുത്തി. തലസ്ഥാന നഗരമായ റിയാദിൽ 2 ഡിഗ്രിയായി താപനില കുറഞ്ഞു. അതേസമയം ഞായറാഴ്ച മുതൽ താപനിലയിൽ ക്രമേണ വർധനവ് രേഖപ്പെടുത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. എന്നാൽ പുലർച്ചെ സമയങ്ങളിൽ ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഖത്തറിൽ ശീതക്കാറ്റും മൂടൽമഞ്ഞും ശക്തമാണ്. അബുസംറ അതിർത്തിയിൽ താപനില 0 ഡിഗ്രി സെൽഷ്യസിനും താഴെ എത്തിയിട്ടുണ്ട്. ദോഹ നഗരത്തിലും ശക്തമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് മുതലാണ് ഖത്തറിൽ തണുപ്പ് ശക്തമായി തുടങ്ങിയത്. ശീതക്കാറ്റ് കൂടിയായതോടെ ശനിയാഴ്ച ദോഹ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും താപനില 7 ഡിഗ്രി വരെ താഴ്ന്നു. ഖത്തർ കാലാവസ്ഥാ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പ്രകാരം അബുസംറയിൽ ശനിയാഴ്ച രാവിലെ -2.4 ഡിഗ്രിയിലേക്ക് താപനില താഴ്ന്നു. ഇവിടെ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ 0-ലേക്ക് അന്തരീക്ഷ താപനില താഴ്ന്നതായി കാലാവസ്ഥാ വിഭാഗം നേരത്തെ അറിയിച്ചിരുന്നു. ദുഖാനിലും ഉംബാബിലും താപനില 2 ഡിഗ്രിയിലെത്തി. ശീതക്കാറ്റും മേഘപടലങ്ങളുടെ സാന്നിധ്യവും തുടരുന്നതിനാൽ വരും ദിവസങ്ങളിൽ തണുപ്പ് തുടരും. പകലും ശക്തമായ കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുള്ളതിനാൽ കടൽ പ്രക്ഷുബ്ധമാകാനും തിരമാലകൾ ഉയരാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സമാനമായ അവസ്ഥ തന്നെയാണ് കുവൈറ്റിലും. സമീപ വർഷങ്ങളിൽ ഉണ്ടായതിൽ വെച്ച് തന്നെ ശക്തമായ തണുപ്പാണ് ഇത്തവണ കുവൈറ്റിൽ അനുഭവപ്പെടുന്നതെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും -1 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. ഇത്തവണ തണുപ്പിന് കാഠിന്യം കൂടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. നഗരങ്ങളിലും താമസ മേഖലകളിലും പകൽ 6 മുതൽ 10 ഡിഗ്രി സെൽഷ്യസിനും രാത്രി സമയങ്ങളിൽ 2 മുതൽ 5 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് അന്തരീക്ഷ ഊഷ്മാവ്. തിങ്കളാഴ്ച മുതൽ തണുപ്പ് കുറഞ്ഞു തുടങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ആദിൽ അൽ മർസൂഖ് അഭിപ്രായപ്പെട്ടു. പുറത്തിറങ്ങുന്നവർ തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത കാലത്തൊന്നും ഇത്ര ശക്തമായ തണുപ്പുണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശക്തമായ തണുപ്പ് കാരണം പുറത്തിറങ്ങുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതിനാൽ മാർക്കറ്റുകളിലെല്ലാം വ്യാപാരം മന്ദഗതിയിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒമാനിലും ശക്തമായ തണുപ്പിനൊപ്പം പൊടിക്കാറ്റ് കൂടി വീശുന്നുണ്ട്. ഇത് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഏതാനും ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അന്തരീക്ഷ താപനില ഇനിയും താഴുമെന്നും ഒമാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഗ്യാൻകൂൾ, ഇസ്കി തുടങ്ങിയ പ്രദേശങ്ങളിൽ 10 ഡിഗ്രിയാണ് താപനില രേഖപ്പെടുത്തിയത്. തലസ്ഥാന നഗരിയായ മസ്കറ്റിൽ 15 ഡിഗ്രിയാണ് താപനില. ഇറാന്റെ ഭാഗത്ത് നിന്ന് തീരപ്രദേശങ്ങളിലേക്കുള്ള ശക്തമായ കാറ്റ് ഞായറാഴ്ചയും തുടരും. അടിയന്തര ഘട്ടങ്ങളിൽ മുൻകരുതൽ കൈക്കൊണ്ട ശേഷം മാത്രമേ ആളുകൾ പുറത്തിറങ്ങാവൂ എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. പൊടിക്കാറ്റിൽ പലയിടങ്ങളിലും മണൽത്തിട്ടകൾ രൂപപ്പെട്ടത് റോഡ് ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്. റോഡുകളിലും മറ്റും കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ ഒമാൻ റോയൽ പോലീസ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.